നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 50 ദിവസങ്ങൾക്ക് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക്. ജനങ്ങൾക്ക് മുന്നിൽ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന അദ്ദേഹം ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് താൻ എല്ലാവരുടെയും മുന്നിൽ എത്തിയതെന്നും പ്രതികരിച്ചു. നമുക്കെല്ലാവർക്കും ചേർന്ന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇഡിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കടുത്ത എതിർപ്പ് തള്ളിയാണ് കെജ്രിവാളിനെ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടും സാക്ഷികളെ ബന്ധപ്പെടരുതെന്ന കർശന ഉപാധികളോടെയാണ് ജാമ്യം. കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ചാൽ തന്നെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ഇഡിയോട് കോടതി പറഞ്ഞു. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ വിജയമെന്ന് ആം ആദ്മി പാർട്ടിയും ജാമ്യം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്ന് ഗോപാൽ റായും പറഞ്ഞു. ജൂൺ 1 വരെയാണ് ജാമ്യം. ജൂൺ 4 ബലം പ്രഖ്യാപിക്കുന്നതുവരെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാണ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. ജാമ്യം അനുവദിച്ച കോടതി കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കോ പോകരുത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലിലും ഒപ്പിടരുത്. ഒരു സാക്ഷിയെയും ബന്ധപ്പെടരുത് എന്നുള്ള ഉപാധികളാണ് നൽകിയത്. ഇഡിക്കെതിരെയും കോടതിയുടെ പരാമർശമുണ്ടായി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഇഡിയുടെ കാലതാമസം ചൂണ്ടിക്കാട്ടിയ കോടതി 1.5 വർഷം അന്വേഷണം നടത്തിയതിനാൽ നേരത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നെന്ന് നിരീക്ഷിച്ചു. കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഇഡിയോട് കോടതി ആവർത്തിക്കുകയുണ്ടായി. ഡൽഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് കെജ്രിവാളിന്റെ താൽക്കാലിക മോചനം.